Hi, welcome to Ignited Future Hub. Let's continue with physics. What you need? Your brain and attention, computer or mobile or tablet or laptop, internet connection, pen and paper to note it, positive attitude to learn with patience. Today, we learn forces in fluids, continuation. Note it in paper and later prepare quality notes. Archimedes' principle is used in designing of ships and submarines. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ പറ്റി പറഞ്ഞു, ഫ്ലോട്ടേഷനെ പറ്റിയും പറഞ്ഞു. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു ആർക്കിമിഡീസിന്റെ ഒരു പിക്ചറാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എവിടേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ ഡിസൈനിങ് ഓഫ് ഷിപ്സ് ആൻഡ് സബ്മറൈൻസ്, ഇവിടെയൊക്കെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. Another name for buoyancy is upthrust. ബോയൻസിന്റെ മറ്റൊരു വാക്കാണ് upthrust. ബോയൻസി or upthrust നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വോളിയം into density into acceleration due to gravity. വോളിയത്തിനെ v ആയി റെപ്രസെന്റ് ചെയ്തു, ഡെൻസിറ്റിനെ റോ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആയി റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് v ഇൻറ്റു റോ ഇൻറ്റു g, ദാറ്റ് ഈസ് v റോ g. അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. The relative density of a substance is the ratio of the density of the substance to the density of water. Relative density of substance എന്ന് പറഞ്ഞാൽ എന്താണ്? Ratio of the density of the substance to the density of water. അപ്പം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? Relative density of the substance equal to density of the substance divided by density of water. അതൊരു റേഷ്യോ ആയത് കാരണം അതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. Since it is a ratio, the relative density has no unit. Relative density എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? Relative density of a substance equal density of the substance divided by density of water. ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. If the density of water is 1000 kg per m cube and that of kerosene is 810 kg per m cube, what will be the relative density of the kerosene? Hydrometer is a device used to measure the relative density of a liquid. Relative density of the substance equal to density of the substance divided by density of water. Since it is a ratio, relative density has no unit. അപ്പം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? Relative density of kerosene ആണ്. Relative density of kerosene equal density of the kerosene divided by density of water. That is 810 kg per m cube divided by 1000 kg per m cube, that is 0.81. Hydrometer to measure relative density. ഇതാണ് ഇൻസ്ട്രുമെന്റ് ഇവിടെ തന്നിരിക്കുന്നത്, ഡിവൈസ്. ലാക്ടോമീറ്റർ ആണ് ഇത്. The quantity of water in the milk is measured with the help of lactometer. That is, purity of the milk is measured with lactometer. Pascal's law. അടുത്ത എന്താണ്? Pascal's law. Force in fluids തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. Raising the hills and filling up of paddy fields with an excavator. The excavator is very useful for disaster management and environmental protection. നമ്മളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ റോട്ടിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് എക്സ്കവേറ്റർ. അത് ഒരു കുന്നുകളൊക്കെ നിരപ്പാക്കിയതാക്കാനും വയലുകൾ മണ്ണിട്ടതാക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മിഷനാണ്, നല്ലൊരു ഇതാണ് അത് എക്സ്കവേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഡിസാസ്റ്റർ മാനേജ്. എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ റെഡി ആക്കാനൊക്കെ എക്സ്കവേറ്റർ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫോർ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ, വെൻ ദ ഡ്രൈവർ പുഷസ് എ സ്മോൾ ലെവർ, ദ ഹെവി മെക്കാനിക്കൽ ആംസ് ഓഫ് ദ എക്സ്കവേറ്റർ ബിഗിൻ ടു മൂവ്. അപ്പോൾ ഈ ഡ്രൈവർ ആ വലിയ ഒരു എഞ്ചിന്റെ മേലെ ഡ്രൈവർ ഇരുന്നിട്ട് ഒരു ചെറിയൊരു ലെവറാണ് പുഷ് ചെയ്യുന്നത്. അപ്പൊ തന്നെ എന്ത് സംഭവിക്കുന്നു? ദ ഹെവി മെക്കാനിക്കൽ ആംസ്, അതിന്റെ വലിയ ആമുണ്ടല്ലോ എക്സ്കവേറ്ററിന്റെ, അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പാസ്കൽസ് ലോ ആണ്, ഓർക്കുക. ടേക്ക് എൻ എംപ്റ്റി ടൂത്ത് പേസ്റ്റ്. വേറൊരു എക്സാമ്പിൾ ആണ്. ഒരു എംപ്റ്റി ആയിട്ട് ടൂത്ത് പേസ്റ്റ് എടുക്കുക, ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ, അതിൽ വെള്ളം നിറയ്ക്കുക, മേക്ക് ഹോൾസ് ഓൺ ഇറ്റ് വിത്ത് പിൻ, അതിന്റെ മേലെ എന്ത് ചെയ്യുക? പിന്ന് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കുക. പ്രസ് എനിവെയർ ഓൺ ദ ട്യൂബ് ഓഫ് ദ ടൂത്ത് പേസ്റ്റ്, വാട്ടർ comes out of the holes. അപ്പൊ എന്ത് കാണാം? വെള്ളം ഒരേ ഇതില് മേലേക്ക് എല്ലാ ഹോൾസ് കൂടി ഒരേ ഇതില് വെള്ളം പുറത്തേക്ക് പോണത് കാണാം.
Take a plastic bag without holes. Fill it with water. Make few holes on it. Press anywhere on the plastic bag with your palm. You can see identical streams of water from all the holes. എല്ലാ ദ്വാരത്തിലൂടെയും ഒരേ കണക്കിൽ identical streams of water ആണ് flow ചെയ്യുന്നത് മനസ്സിലാക്കാം. അടുത്തത്, the pressure applied at any point of a liquid at rest in a closed system will be experienced equally to all parts of the fluid. This statement states Pascal's law. ഇതാണ് പാസ്കൽ ലോ പറയുന്നത്. Pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. This statement is the Pascal's law. അതാണ് നമ്മൾ ടൂത്ത്പേസ്റ്റിന്റെ ട്യൂബ് എടുത്തതും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തും ചെയ്തിട്ടുള്ള എക്സാമ്പിളിലൂടെ പഠിച്ച് മനസ്സിലാക്കാം. The volume of a liquid cannot be changed by using pressure. This is the basis of Pascal law. Pascal lawന്റെ മറ്റൊരു ബേസ് എന്താണ്? ഒരു ലിക്വിഡിന്റെ വോളിയം ഒരിക്കലും പ്രഷർ വെച്ച് നമുക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കുന്നതല്ല. Some devices constructed on the basis of Pascal's law: hydraulic brake of vehicles, hydraulic jack, hydraulic press, hydraulic lift. അടുത്തത് ഒരു എക്സ്പെരിമെന്റ് ആണ്. 2 cylinders of different area of cross section filled with water are connected using a pipe. ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. A1 is area of cross section of smaller piston and A2 is area of cross section of larger piston. When force F1 is applied on piston X, X'ൽ force F1 apply ചെയ്താൽ a force F2 will be applied on piston. ഇതിന്റെ ഈ ഫോഴ്സ് ഇവിടെ എത്തും അല്ലെ. Then by Pascal's law, the pressure applied on side X will be equal to pressure experienced on side Y. ഇവിടെ എത്ര പ്രഷർ ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഈ Y എൻഡിലും എക്സ്പീരിയൻസ് ആവുന്നത് F2ലേക്കും. ഇവിടുന്ന് ഇങ്ങനെ ഫോഴ്സ് വന്നിട്ട് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. Let Px be the pressure on the side X and Py be the pressure on the side Y. That is, according to Pascal's law, Px equal Py. Pressure equal force by area of cross section. Force എന്താണ്? F1 ആണ്. Area of cross section A1. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? F1 by A1 equal F2 by A2 എഴുതിക്കൂടെ? അപ്പം നമുക്ക് F2 എങ്ങനെ കണ്ടുപിടിക്കുക? F2 equal cross multiplication F1 into A2 whole divided by A1. If A2 equal to 100 times A1 ആണെങ്കിൽ A2 by A1 എന്താണ്? 100 അല്ലേ? അപ്പൊ F2 നമുക്ക് എങ്ങനെ എഴുതാം? 100 times F1. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. F1 into A2 by A1 സിംപ്ലിഫൈ ചെയ്തൂടെ? F2 equal F1 into A2 by A1 ആക്കി സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് F2 equal 100 times F1 കണ്ടോ? F2 equal to 100 times F1 കിട്ടി. അടുത്തത്, 2 tubes of different area of cross section filled with a liquid are connected. The area of cross section of small pipe is 0.000126 meters square, 4 centimeter in diameter, and that of larger one is 0.020096 meters square, 16 centimeter in diameter. Calculate the pressure experienced on the larger piston if a force of 10 Newton is applied on the smaller piston. According to Pascal's law, F2 equal A2 by A1 into F1. F2 equal 0.020096 divided by 0.000126 into 10n. That is 16 into 10 equal to 160n. Stay safe and keep learning.